ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിറച്ച വഴുതനങ്ങ. ഇതും ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ വഴുതനങ്ങയിൽ നിറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം 1/2 കപ്പ് കടല, നിലക്കടല. ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. ഇതിപ്പം ഒരുവിധം നന്നായിട്ട് വറുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി അത് മാറ്റി വെച്ചിട്ട് അടുത്ത സാധനങ്ങളെല്ലാം വറുത്തെടുക്കാം. അപ്പോൾ അടുത്തത് മല്ലിയാണ് ഇടുന്നത്, 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് എള്ള് 1 ടീസ്പൂൺ, കറുത്തെള്ളായാലും വെളുത്തെള്ളായാലും പ്രശ്നമില്ല. പിന്നെ പെരിഞ്ജീരകം, അതും 1 ടീസ്പൂൺ. ഇനി ഇത് നമ്മൾക്ക് കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോഴത്തെ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. പിന്നെ അടുത്തത് ഫ്രൈ ചെയ്യേണ്ടത് വെളുത്തുള്ളി, ഒരു 3 അല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ 1/2 കപ്പ് കടല എടുത്തതുകൊണ്ട്, നിലക്കടല എടുത്തതുകൊണ്ട് 1/4 കപ്പ് തേങ്ങ അങ്ങനെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. ഒരുവിധം ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. കറിവേപ്പിലയും ചേർത്ത് കുറച്ച് നേരം വീണ്ടും ഫ്രൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ പൊടികളൊക്കെ ചേർക്കണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ആംചൂർ പൗഡറാണ്, ഉണക്ക മാങ്ങാപ്പൊടി, അത് 1 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ. ഇത് ജസ്റ്റ് ഒന്ന് ഈ ചൂടിൽ തന്നെ അത് മൂത്തോളും. അപ്പോൾ നമ്മൾക്ക് അത് കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. ഇതേപ്പം വറുത്ത് വെച്ച ഓരോ സാധനങ്ങളും നമ്മൾക്ക് മിക്സി ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇപ്പം കടലയും കൂടെ ഇതിലോട്ട് ഇടുകയാണ്. പിന്നെ ഈ വറുത്ത് വെച്ച തേങ്ങയുടെ മിക്സും അതും ചേർത്ത്, എല്ലാം കൂടെ ചേർത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം നമ്മൾക്ക് ഫില്ല് ചെയ്യാനാണ് വഴുതനങ്ങയിൽ ഈ പേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് ശ്രദ്ധിച്ച് ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. തിക്കായിട്ട് തന്നെ വേണം അതിൻ്റെ ഈ ഒരു പേസ്റ്റ് വരേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ അരച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഉപ്പ് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വഴുതനങ്ങ എടുക്കാം. വഴുതനങ്ങ നമ്മൾ ഇപ്പോഴാണ് കട്ട് ചെയ്യേണ്ടത്, നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കരുത്. ഇപ്പോൾ ഞാനിത് ഈ കളറിലുള്ള വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ചെറിയ വഴുതനങ്ങ വേണം എടുക്കാൻ. പിന്നെ അതിനകത്തെ ആ തണ്ട് കളയരുത് നമ്മൾ, കാരണം കട്ട് ചെയ്തെടുക്കുമ്പം അതല്ലെങ്കിൽ അടർന്നു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തണ്ട് കളയാതിരിക്കുന്നത്. ഇനി നമ്മൾ അത് വാഷ് ചെയ്തു. ഇനി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ വഴുതനങ്ങകളെല്ലാം ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുക. പക്ഷെ അത് താഴെ വരെ, ഒരുപാട് താഴെ വരെ പോകരുത്, അടർന്നു വരുന്നത് പോലെ. എന്നാലും കുറച്ച് നന്നായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തു. ഇനി നമുക്ക് ആ പേസ്റ്റ് ഇതിനകത്തോട്ട് നിറയ്ക്കണം. അതാണ് ചെയ്യേണ്ടത്. അത് ശ്രദ്ധിച്ച് എവിടം വരെ കട്ട് ചെയ്തിട്ടുണ്ടോ അതുവരെയും ഉള്ളിലോട്ട് നമ്മൾ പേസ്റ്റ് തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ 4 ഭാഗത്തിലും ആ ഗ്യാപ്പ് കാണുന്ന അവിടെ എല്ലാം ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ മൂത്ത വഴുതനങ്ങ എടുക്കരുത്. ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചിലതൊക്കെ മൂത്തിട്ടുണ്ട്. മൂക്കാത്ത ചെറിയ വഴുതനങ്ങ എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മൾക്ക് ഇനി ഇതെല്ലാം ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അത് എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം.
ജീരകം ഇട്ടതിന് ശേഷം പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, അത് ചെറുതായിട്ട് അരിഞ്ഞത് വേണം ഇടാൻ. സവാളയും പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ ബാക്കി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇടാം. വഴുതനങ്ങയുടെ ഒപ്പം തന്നെ ഈ സവാളയും അതിനൊപ്പം മൂത്ത് വന്നോളും. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ വഴുതനങ്ങയെല്ലാം ഇട്ടു, അതിനുശേഷം അത് മൂടി വയ്ക്കണം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് മൂടി ഓപ്പൺ ചെയ്ത് നമുക്ക് വഴുതനങ്ങയെല്ലാം തിരിച്ചിടാം. ഇതുപോലെ കുറച്ച് നേരം വഴുതനങ്ങ വേവുന്ന വരെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ അടിപിടിക്കാതെ നോക്കാൻ ശ്രദ്ധിക്കണം. അടിപിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ നമ്മൾ പക്ഷെ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് വീണ്ടും വേവിക്കുക. ഇങ്ങനെ വഴുതനങ്ങ നല്ല സോഫ്റ്റായിട്ട് വരും. അത് നമ്മൾ ഫോക്ക് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കുത്തി നോക്കിക്കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും വഴുതനങ്ങ വെന്തിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ബാക്കി ഗ്രേവിയും കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പം വഴുതനങ്ങ എല്ലാം നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇപ്പം ഇതുപോലെയാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഇവിടെ വെച്ച് നിർത്താൻ നമുക്ക്. ബാക്കി ഗ്രേവി ഉള്ളതുകൊണ്ട് ആ ഗ്രേവിയിൽ ചെറുതായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഇതിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടാണല്ലോ നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ ചേർക്കുകയാണ് ഞാൻ. ഇത് ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടണം. കാരണം നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് അധികം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ആ ഗ്രേവിക്ക് പേസ്റ്റിന് മാത്രമായിട്ടുള്ള ഉപ്പായിരുന്നല്ലോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ആവശ്യത്തിന് ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി പറ്റില്ല, കാരണം അത് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ നല്ല തിക്കായിട്ട് തന്നെ ഇതുപോലെ ഇരിക്കണം. അപ്പം കുറച്ച് ഉപ്പ് ചേർത്തു. ഇനിയിപ്പം നമുക്കിത് ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേവിയും എല്ലാം ആയിട്ട് ഇതേ പാകത്തിലാകുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് കറി റെഡിയായി. അപ്പം ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വഴുതനങ്ങ ഇഷ്ടമുള്ള എല്ലാവർക്കും അല്ലാത്തവർക്കും കൂടെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.